നമസ്കാരം, എല്ലാവർക്കും ജ്യോതിർഗമയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതം ആഘോഷിക്കേണ്ടതെങ്ങനെ എന്ന നമ്മുടെ ചർച്ച തുടരുന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും ആഘോഷമാക്കി മാറ്റിയാൽ എത്ര സുന്ദരമായി നമ്മുടെ ജീവിതം മാറും. ജീവിതത്തെ ആഘോഷിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് എന്തെല്ലാമാണ്? നമ്മൾ ചർച്ച ചെയ്തു വരുമ്പോൾ മനസ്സിലാവുന്നത് എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ തെറ്റായ ചില വിശ്വാസങ്ങളും അബദ്ധധാരണകളും അങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും നമുക്ക് പ്രതിബന്ധമായി മാറുന്നത്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? കാരണം ഒരു കുഴപ്പത്തെ മാറ്റിയെടുക്കണമെങ്കിൽ ആ കുഴപ്പം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാവണം. അവിടെയാണ് ഈ ചർച്ചയുടെ പ്രസക്തി. വളരെ മനഃശാസ്ത്രപരമായ രീതിയിലുള്ള വിശകലനമാണ് ഈ ചർച്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മാന്യ പ്രേക്ഷകരോടുമുള്ള ഒരു അഭ്യർത്ഥന, വളരെ ശ്രദ്ധയോടുകൂടി ഇതിനെ കേൾക്കുകയും കേൾക്കുന്ന മാത്രയിൽ തന്നെ സ്വന്തം ജീവിതത്തിൽ ഒരു പരിശോധന നടത്തുകയും കൂടി ചെയ്താൽ അരമണിക്കൂർ സമയം ഈ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവ സമ്പത്തുക്കളിലൊന്നായി നമുക്ക് മാറ്റാൻ സാധിക്കും. ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ജീവിതം ആഘോഷിക്കേണ്ടതെങ്ങനെ എന്ന കാര്യത്തിൽ വളരെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമുക്ക് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മെ നയിക്കാൻ നമ്മോട് കൂടെ ഇന്നത്തെയും പോലെ സുരേന്ദ്രൻ ഭായിജി ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സുരേന്ദ്രൻ ഭായിജി, ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. ഓം ശാന്തി. സുരേന്ദ്രൻ ഭായി, ജീവിതം ആഘോഷിക്കേണ്ടത് എങ്ങനെ എന്നതിൻ്റെ ചർച്ചയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് മനസ്സിൽ വന്നൊരു കാര്യം, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി അല്ലെങ്കിൽ ജീവിതം ആഘോഷിക്കുക എന്ന നമ്മുടെ വിഷയവുമായി വളരെ ചേർന്ന് വരുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിൻ്റെ സംശയം ചോദിക്കുകയാണ്. കാണുന്നതിനും കേൾക്കുന്നതിനുമെല്ലാം ശരിയായ അർത്ഥം കൽപ്പിക്കുക എന്നൊരു വാചകമുണ്ടായിരുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ അർത്ഥം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? നമ്മൾ സാധാരണ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത് വെച്ചിരുന്നാൽ, നമ്മളൊരു ദൃശ്യം കാണുമ്പോഴത്തേക്ക് നമ്മുടെ രീതിയിൽ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് നടന്നു പോവുകയാണ്. ആരെല്ലാം എന്തെല്ലാം രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കും. അമ്മയും മകനുമായിട്ട് വ്യാഖ്യാനിക്കാം, ഒരു ലവേഴ്സ് ആയിട്ട് അവരെ വ്യാഖ്യാനിക്കാം, സഹോദരനും സഹോദരിയായിട്ട് വ്യാഖ്യാനിക്കാം. ഇങ്ങനെ പലതരത്തിലും വ്യാഖ്യാനിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവരാരാണ് എന്നുള്ളത് നമ്മൾ ആരും അറിഞ്ഞിട്ടുമില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഇത് കാര്യങ്ങൾ അറിയാതെ എന്ത് ചെയ്യും, നമ്മളെ രീതിയിൽ ഒരു വ്യാഖ്യാനം. ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ വാച്ച് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ രണ്ടുപേര് പോകുമ്പോൾ നമ്മളുണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങൾ, ഇത് ഓരോ സംഭവത്തെക്കുറിച്ചും ലോകത്ത് നടക്കുന്നതാവട്ടെ നമ്മുടെ വ്യക്തിപരമായ ലൈഫിൽ നടക്കുന്നതാവട്ടെ നമ്മളെല്ലാത്തിനും ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാണുന്നതിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതിരിക്കണോ? എന്താണ് ചെയ്യേണ്ടത്? അത് വിട്ടുകളയണോ? പാസിങ് സീൻസ് ആണെന്നേ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പോവുകയാണ്, നമ്മളിപ്പോൾ കാറിൽ സഞ്ചരിക്കുകയാണ്, നമുക്ക് ഒരുപാട് സീൻസ് നമുക്ക് കാണാം. കാരണം മനസ്സിന് മീനിങ് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കണ്ടാലും അത് വ്യർത്ഥതയാണ്. നമുക്ക് വ്യർത്ഥമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സ്വഭാവം നമ്മളിലുണ്ടായിരിക്കുകയാണ്. പരചിന്തനം ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളിലുണ്ടായിരിക്കുകയാണ്. ഇത് രണ്ടും നമുക്ക് ദോഷം ചെയ്യുന്നതാണ്, അല്ലേ? വ്യർത്ഥമായിട്ട് ചിന്തിച്ച് വിചാരിച്ച് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? പരചിന്തനം ചെയ്തെന്ന് വിചാരിച്ച് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഇത് രണ്ടും നമുക്ക് ഉപയോഗമില്ലാത്തതാണ്. പക്ഷേ ഉപയോഗമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളെ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് സീനറി നമ്മൾ കാണുന്നു. നമ്മൾ അവിടെ നിർത്തിയിട്ട് ഇതെന്തേരാണെന്ന് ചോദിക്കും, ആരുടെയെങ്കിലും അതെന്തേരാണെന്ന് ചോദിക്കും. ഇതെല്ലാം കണ്ട് ആസ്വദിക്കാനുള്ളതാണെന്നേ. ഇത് നമ്മൾ ആസ്വദിക്കാറില്ല, അതാണ് കുഴപ്പമുണ്ടാകുന്നത്. ഇതും ഒരു സീനാണ്, ഇത് വളരെ നല്ലതാണ്. ഒരു സീനായിട്ട് എടുക്കുക, ആവശ്യമില്ലാത്ത മീനിങ് കൊടുക്കാൻ നിൽക്കുക. നമുക്ക് അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനാണ് അതിനെപ്പറ്റി വെറുതെ അനാവശ്യമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്? മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ ഒരുപാട് തോന്നലുകൾ ഉണ്ടാക്കണം നമ്മുടെ മനസ്സിൽ. ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, മറ്റതായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ സർവ്വസാധാരണ നമ്മൾ കാണുന്നതാണ് നമ്മളെ പരിസരത്തിൽ. എനിക്ക് തോന്നുന്നു ഇനി മീനിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു പോസിറ്റീവ് മീനിങ് വേണം കൊടുക്കാമല്ലോ. പോസിറ്റീവ് അതിൻ്റെ ആവശ്യമില്ലെന്നേ. കാരണം നമ്മൾക്ക് അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലല്ലോ. എന്തിനാണ് നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് പോസിറ്റീവ് കൊടുക്കാനും നെഗറ്റീവ് കൊടുക്കാനും ഒക്കെ എന്തിനാണ് പോകുന്നത്? നമ്മളതിനെ ഒരു പാസിങ് സീനായിട്ട് പരിഗണിച്ചിട്ട് നമ്മൾ നമ്മുടെ യാത്ര മുമ്പോട്ട്. പക്ഷെ അത് വളരെ എനിക്ക് ക്ലോസ്
കൺസേൺ ഉള്ള വിഷയമാണെങ്കിൽ ആണെങ്കിൽ അത് കാര്യം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ശ്രമിക്കുക, അതിനുശേഷം പിന്നെ വ്യാഖ്യാനിക്കുക. കാരണം എൻ്റെ ഫാമിലിയിൽ നടക്കുന്ന സംഭവം അതെ, അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്നെ അത് ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് സത്യാവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഉള്ളവർ സാധാരണ വഴക്കടിക്കാറില്ല. ഉദാഹരണത്തിന് ഒരു ദിവസം അച്ഛൻ ഭയങ്കരമായിട്ട് വഴക്കടിച്ച്, നമ്മൾ ആ സന്ദർഭത്തിൽ അച്ഛനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമോ? സാധാരണ അച്ഛൻ അങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാക്കാറില്ല. പക്ഷേ ഇന്നത്തെ ദിവസം അച്ഛൻ വഴക്കുണ്ടാക്കി. നമ്മൾ ആ സന്ദർഭത്തെ എടുത്തുകൊണ്ട് അച്ഛനെ വിലയിരുത്താമോ? ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പെരുമാറിയത് എന്നുള്ളതിനെ ആക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, അച്ഛന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നമ്മളെ മുമ്പിൽ മാത്രമേ അത് പറയാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് അച്ഛൻ ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതെന്തുമായി, അതങ്ങ് സമാപ്തമായി. അച്ഛനൊരു സമാധാനമായി. മനസ്സിലായില്ലേ? കാരണം ഇവിടെ അത് പറയാനും ഒക്കുള്ളൂ. ഒച്ചത്തിൽ പറയണമെങ്കിൽ ഇവിടെ ഒക്കുള്ളൂ, വെളിയിലിറങ്ങി എന്ന് പറയാൻ ഒക്കില്ല. അപ്പോൾ ഇത് നമ്മൾ കാര്യം എന്തുമായി, ഇപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പെരുമാറിയെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അച്ഛൻ ഈ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയെന്ന് നമ്മൾ അവിടെ വെച്ച് ആ ആളിനെ ബ്രാൻഡ് ചെയ്യാൻ പോകുന്നില്ല. അച്ഛനെപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എപ്പോഴും വഴക്കടിക്കുകയാണെന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല, നമുക്കറിയാം. സാധാരണ ഇതാണ് നമ്മൾ, കാരണം അവിടെയാണ് ഗിവിങ് പ്രോപ്പർ മീനിങ് എന്ന് പറയുന്നത് ഉദ്ദേശം. പക്ഷേ സുരേന്ദ്രഭായ്, ഗിവിങ് പ്രോപ്പർ മീനിങ് കൊടുക്കാനും അത് മീനിങ് ശരിയായ രീതിയിൽ കൊടുക്കുന്ന എളുപ്പമാണെങ്കിൽ നമ്മൾ എല്ലാവരും അത് ചെയ്തല്ലേ. പക്ഷെ എന്താണ് നമ്മളെ ഈ പ്രോപ്പർ മീനിങ് കൊടുക്കുന്നതിൽ നിന്ന് തടയുന്നത്? എന്തുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന മീനിങ് എല്ലാം പ്രശ്നമുള്ളതായിട്ട് മാറുന്നു? അത് പിന്നെ എനിക്ക് തന്നെ എവിടെയാണ് ആ പ്രോബ്ലം വരുന്നത്? ഇത് നമുക്ക് അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കൺക്ലൂഷൻ ഡ്രാ ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളിൽ. ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും എന്നുള്ളത് അതങ്ങനെയല്ല. നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മളെന്താണ് ചെയ്യുന്നത്, ആ സമയത്ത് സാക്ഷിയായിട്ട് അതിനെ നോക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പോകാൻ പാടില്ല. കാരണം വ്യർത്ഥതയാണ്, നമ്മുടെ സമയം നശിപ്പിക്കുകയാണ്. നമ്മുടെ സമയത്തെയും നമ്മുടെ സങ്കല്പത്തെയും പൊള്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യമില്ലാത്തതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ അതിന് പോകാൻ പാടില്ല. പിന്നെ നമ്മളെ കൺട്രോൾ ഇല്ലാത്തതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകരുത്. ഇപ്പോൾ ഈ ജീവിതം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തതിനെ നമ്മളെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പോകും. കൺട്രോൾ ചെയ്യാനും പോകുന്ന അതാണ് കുഴപ്പം. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അത് ആവശ്യമില്ലാത്തതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ഇടപെടണം, അവിടെയും ഞാൻ തന്നെ ആ പ്രശ്നം പരിഹരിക്കണം. എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്ന് വെച്ചിരുന്നാൽ ഞാൻ ഇതിൻ്റെ പരിണാമം എന്താകുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഞാനിപ്പോൾ അതിൽ ഇടപെട്ടിരുന്നാലേ ഇതിൻ്റെ പരിണാമം എന്താകുമെന്ന് നേരത്തെ ഒരുപക്ഷെ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് കാര്യം മനസ്സിലായിരുന്നു, ഇത് എന്തായിരുന്നാലും ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. അത് പെട്ടെന്ന് മനസ്സിൽ വരണം. നമ്മൾ ഇതിൻ്റെ അവസാനം എന്താവും എന്നുള്ളതിന് നമ്മൾ ചിന്തിക്കാറില്ല. ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്താവും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ചെയ്യാറില്ല. സംസാരിക്കുന്നതിന് മുമ്പും സംസാരിച്ചിരുന്നാൽ ഇതിൻ്റെ പരിണാമം എന്തായിരിക്കും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ആദ്യം ചിന്തിക്കണം. എനിക്ക് മനോഹരമായിട്ടുള്ളൊരു ലൈൻ ഓർമ്മ വരികയാണ്. എനിക്ക് തോന്നുന്നു സുരേന്ദ്രഭായ് പറയുന്ന ഈ കാര്യമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യം. പ്രയർ പ്രോപ്പർ പ്ലാനിങ് പ്രിവെൻസ് പുവർ പെർഫോമൻസ്. എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നി. ഇപ്പോൾ സുരേന്ദ്രഭായ് പറഞ്ഞപ്പോൾ അതേ കാര്യം വീണ്ടും ഓർമ്മ വന്നു. അപ്പോൾ പ്രയർ പ്ലാനിങ് എല്ലാ കാര്യത്തിനും വേണം. എല്ലാ കാര്യത്തിനും എൻഡ് റിസൾട്ട് ആണ് ആദ്യം നോക്കേണ്ടത്. എൻഡ് റിസൾട്ട് നോക്കണം. നമ്മൾ ഏതൊരു കാര്യം ഈവൻ ചിന്തിക്കുന്നതിന് മുമ്പ് എൻഡ് റിസൾട്ട് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരാളിനെ പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞാനതിൻ്റെ എൻഡ് റിസൾട്ട് നോക്കുകയാണ്. ഞാനിത് ചിന്തിച്ചിരുന്നാൽ എന്ത് ഉപയോഗമാണെന്നുള്ളതിനെ പറ്റിയാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ ആരും ചിന്തിക്കാറില്ല. സുരേന്ദ്രഭായ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ഒന്ന്, ചെയ്യുന്നതിനെ നിങ്ങൾ സ്നേഹിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ സ്നേഹിക്കേണ്ടത്? ഇപ്പം ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ എങ്ങനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും? നമ്മൾ സ്നേഹിക്കുകയല്ല, രുചിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ആസക്തിയോടുകൂടി ചെയ്യുന്നതും നമുക്ക് ആസക്തിയില്ലാതെ ചെയ്യണമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്.
എന്തുകൊണ്ടാണ് നമുക്ക് ആസക്തിയോടുകൂടി ചെയ്യേണ്ടത്? കാരണം നമ്മൾ നമ്മുടെ സമയം, നമ്മുടെ സങ്കല്പം, നമ്മുടെ ശ്വാസം, ഇതിനെ നമ്മൾ ചെലവഴിക്കുകയാണ്. ഏതൊരു കാര്യം ചെയ്തിരുന്നാലും, മനസ്സിലായില്ലേ? സമയം, സങ്കല്പം, ശ്വാസം, ഇത് മൂന്നും നമ്മൾ ചെലവഴിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ വേസ്റ്റാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആസക്തിയോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ റിട്ടേൺസ് എനിക്ക് കിട്ടാനുള്ളതാണ്. എൻ്റെ സമയം വ്യർത്ഥമാകുകയില്ല. എന്നുവെച്ചാൽ ടൈം ഈസ് പ്രോപ്പർലി ഇൻവെസ്റ്റഡ്. മനസ്സിലല്ലേ? പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക്, ഏതൊരു കാര്യം ഈ ലോകത്ത് ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം ജീവിതത്തെ സഹായിക്കുന്നതായിരിക്കും. അത് നമ്മൾ മറന്നു പോവുകയാണ്. ചെറിയൊരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ തൂക്കാനാണ്, ഇവിടെ തൂക്കണ ജോലിയാണ് ഏറ്റവും വളരെ മോശമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ചെറിയൊരു ജോലി എന്ന് പറയുന്നത് തൂക്കുന്ന കാര്യമാകട്ടെ, ഇവിടെ തുടയ്ക്കുന്ന കാര്യമാകട്ടെ, ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതും ഒരുപക്ഷെ അങ്ങനെ ഇത് ചെയ്തിരുന്നാൽ ഇതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടുത്തെ നീറ്റ്നെസ്സും ഇവിടുത്തെ ക്ലീൻനെസ്സും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആളുകൾ സന്തോഷമുണ്ടാകും. ഇപ്പോൾ സന്തോഷത്തിന് എത്രയാണ് വിലയുള്ളത്? സന്തോഷം എവിടെ നിന്നെങ്കിലും വാങ്ങിക്കാൻ വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പേ ഓഫ്. ഈ പേ ഓഫിന് നമ്മൾ മുമ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വളരെ രുചിയോടും വളരെ ആസക്തിയോടും കൂടി നമ്മൾ ചെയ്യും. അതാണ് പറയുന്നത് ലവ് വാട്ട് യു ഡു എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ജോലിയായിരുന്നാലും നിങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി അതിനെ ചെയ്യുക. പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് ദ വർക്കർ ഹൂ മേക്സ് എ വർക്ക് ഗ്രേറ്റ്. It is not the work that makes a worker great. It is the worker who makes a small work as a great work എന്ന് പറയും. ചെയ്യുന്ന ആളാണ് ഒരു ചെറിയൊരു ജോലിയെ വലിയ ജോലിയായിട്ട് മാറ്റുന്നത്. ജോലിയല്ല ആളിനെ വലിയ ആളാക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പോക്ക്. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുരേന്ദ്രഭായ്, സെലിബ്രേറ്റിംഗ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ഒപ്പീനിയൻ അല്ലേ? അതെ, ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ്, ഇതൊരുപാട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം വരുമെന്ന് തോന്നുന്നു. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ള ഒരു കാര്യം നമ്മളെല്ലാവരും മറന്നു പോകുന്നതാണ്. ഈ മറക്കുന്നത് കൊണ്ടാണ് മറ്റ് പലരെയും ആശ്രയിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങും. അവരെന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം, അവരെന്നെ പുകഴ്ത്തുമ്പോൾ എനിക്കൊരു സന്തോഷം, അവരെന്നെ സഹായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. മനസ്സിലായില്ലേ? എനിക്ക് എന്തെങ്കിലും വസ്തു കിട്ടിക്കഴിയുമ്പോൾ ഒരു സന്തോഷം. എന്താണ് ഈ ഡിപ്പെൻഡൻസ് വരുന്നതിൻ്റെ ഉദ്ദേശം? അതുകൊണ്ടാണ് എനിക്ക് എന്നെപ്പറ്റി ഒരു മതിപ്പുണ്ടാകണം. എനിക്ക് എന്നെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത് ആദ്യം. മറ്റു പലരെ പറ്റിയും നമ്മൾ അഭിപ്രായം പറയുന്നവരാണ്, പക്ഷേ എന്നെപ്പറ്റി എന്താണ് അഭിപ്രായം? ഇത് നമ്മൾ ഇതുവരേക്കും ഒരു അഭിപ്രായം ഉണ്ടാക്കാത്തവരാണ്. ഞാൻ പലരുടെയും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെപ്പറ്റി നിങ്ങൾ എന്താ അഭിപ്രായം എന്താണ്? അപ്പോഴാണ് അവർ ചിന്തിക്കാൻ തുടങ്ങുന്നത്, എന്നെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളത്. പലതരത്തിലുള്ള ഉത്തരവാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ വാസ്തവത്തിൽ ഞാൻ നല്ലൊരു ആളാണ് എന്നുള്ള ഒരു ബോധം എനിക്കുണ്ടാകുമ്പോഴത്തേക്ക്, കാരണം എന്താണെന്ന്, എന്നെപ്പോലെ ഇനി ഈ ലോകത്ത് മറ്റൊരാളില്ല. ഇത് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലരെയും ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളിൻ്റെ ഇതുണ്ട്, ആളിൻ്റെ ഇതുണ്ട്, ആളതാണ്, ആൾ ഇതാണ്, ഇതെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ട് പോയാൽ ഒരിക്കലും ഇതിനൊരു അന്ത്യമില്ലെന്നേ. ഓരോരുത്തർക്കും ഓരോ വിശേഷതകളുണ്ട് ഈ ലോകത്ത്, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് എന്നെ പറ്റിയുള്ള ആ ഒരു മതിപ്പ് എനിക്കുണ്ടാക്കണം, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുവാണ്, അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് എന്നെ ആശ്രയിച്ചിട്ടുള്ള ജീവിതമായിരിക്കും. ഞാൻ അപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ജീവിതത്തെ. കാരണം എന്നെപ്പോലെ ഇനി ഒരാളില്ലല്ലോ. അപ്പോൾ എൻ്റെ ജീവിതത്തെ എനിക്കാണ് ആഘോഷിക്കേണ്ടത്, ഞാൻ ആഘോഷിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കമ്പാരിസൺ വരുന്നില്ല. ഞാൻ പലരും കണ്ടിട്ടുണ്ട്, ആളുകൾ കൂടുതലും കമ്പയർ ചെയ്താണ് അവരെ വിഷമിപ്പിക്കുന്നത്. അവരെ വീട്ടിൽ ഇതുണ്ട്, അവരെ വീട്ടിൽ ഇതുണ്ട്, അവരെ മക്കൾ നല്ല പഠിക്കുന്നവരാണ്, ഇവർ വലിയ ബിസിനസ്സുകാരാണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുള്ളതാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, എന്നിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യണം. ഞാൻ എപ്പോഴും ഞാൻ നല്ലൊരാളാണ് ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ തന്നെ ഭയങ്കര പവറാണ്. ഇത് പറയുന്നത് സെൽഫ് എസ്റ്റീം എന്നാണ് പറയുന്നത്. സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് പറയുന്നു. സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, പിന്നെ സെൽഫ് അപ്രിസിയേഷൻ. ഞാൻ
ചില കാര്യങ്ങളപ്പോൾ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് എന്നെ ചെറുതായിട്ടൊന്ന് പാറ്റ് ചെയ്യണം. ഐ അപ്രിഷിയേറ്റ് മൈസെൽഫ്. ഞാൻ തന്നെ ചെയ്യും. സെൽഫ് കോൺട്രിബ്യൂഷൻ. എന്നിൽ നിന്ന് എന്താണ് ഈ ലോകത്തിന് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെപ്പറ്റി എനിക്കൊരു അറിവുണ്ടായിരിക്കണം. സെൽഫ് കോൺട്രിബ്യൂഷൻ. എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും, ഞാനൊരു വലിയൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആരെ കണ്ടിരുന്നാലും, ആരെന്ത് തന്നിരുന്നാലും, ആരെന്ത് പറഞ്ഞിരുന്നാലും നമുക്കൊരു കുലുക്കം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ആശ്രയിച്ചിട്ടുള്ള ജീവിതമായിരിക്കും. അതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. സുരേന്ദ്രൻ ഭായി, സെലിബ്രേറ്റിംഗ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം മനസ്സിൽ വന്നത്, ശരിയായ റെസ്പോൺസ് ഓരോ സംഭവത്തിനും ശരിയായ രീതിയിൽ പ്രതികരിക്കുക എന്ന് പറയാം. അതിനെത്രത്തോളം ഈ ജീവിതത്തെ ആഘോഷമാക്കുന്നതിൽ ഒരു പങ്കുണ്ട്? ഇപ്പോൾ നമ്മൾ പ്രോപ്പർ റെസ്പോൺസ് എന്ന് പറഞ്ഞിരുന്നാൽ മറ്റുള്ളവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്, നമ്മൾ ആ ആളിൻ്റെ പ്രതീക്ഷ എന്താണ്, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പ്രതീക്ഷിക്കുന്നത് കൊടുക്കണം, അല്ലാതെ എന്തെങ്കിലും എടുത്ത് കൊടുത്താൽ ഒരു ഉപയോഗമില്ല. മനസ്സിലായില്ലേ? അപ്പം മറ്റുള്ളവർ നമ്മളെ സമ്പർക്കത്തിൽ എന്താണ് വരുന്നത്, നമ്മളിൽ നിന്ന് ഒരു ശരിയായിട്ടുള്ള ഒരു റെസ്പോൺസ് അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വന്ന് കാണുമ്പോഴത്തേക്ക് ആ ആൾ കുറേ കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പോൾ ആ സമയത്ത് റെസ്പോൺസ് കൊടുക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ലിസണിങ്. ആ ആൾ പറയുന്നതിന് ശ്രദ്ധിച്ച് കേൾക്കുന്നതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അപ്പോഴും മാത്രമേ നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. പകുതി കേൾക്കും, അല്ലെങ്കിൽ നമുക്ക് എന്താണ് കേൾക്കേണ്ടത് അത് മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. നമ്മൾ സെലക്റ്റീവ് ലിസണിങ് ആണ് ഇന്ന് കൂടുതലും ആളുകൾ. സെലക്റ്റീവ് എന്ന് വെച്ചാൽ അവർക്ക് എന്ത് ആവശ്യമുണ്ട് അത് മാത്രമേ അവർ കേൾക്കുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് അതിന് റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ധാരണ എന്തായിരിക്കണം എന്ന് വെച്ചാൽ, മറ്റുള്ളവർ പറയുന്നതിന് ശ്രദ്ധിച്ച് കേൾക്കുന്നതിനുള്ള സന്മനസ് നമുക്കുണ്ടാകും. അപ്പോൾ മാത്രമേ നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ നോക്കൂ. കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ കൊടുത്ത്, സ്ഥൂലമായിട്ടായിരിക്കാം, ചിലപ്പോൾ സൂക്ഷ്മമായിട്ടുമായിരിക്കാം. അപ്പോൾ ആൾ ചിലപ്പോൾ എന്തെങ്കിലും വിഷമതകളായിരിക്കും നമ്മളോട് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പറയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഈ സമയങ്ങളൊക്കെ അങ്ങ് മാറുമെന്നേ, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് എന്തെല്ലാം സഹായം ചെയ്യാൻ സാധിക്കും അത് ചെയ്തു തരാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥൂലമായിട്ടൊന്നും കൊടുത്തില്ല, സൂക്ഷ്മമായിട്ടാണ്. അത് കേട്ട് ആദ്യമായിട്ട് നമ്മളിത് പറയുന്ന ആൾ പറയുന്നതെല്ലാം നമ്മളിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ തന്നെ ആളിൻ്റെ പകുതി പ്രശ്നം അവിടെ വെച്ച് സമാധാനമാണ്. പിന്നെ അടുത്തത് നമ്മൾ ആശ്വാസം കൊടുക്കുകയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഇത് പരിസ്ഥിതി മാറുമെന്നേ എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും ആ ആളിന് എന്തോ കിട്ടിയതുപോലെ തോന്നും. അപ്പോൾ ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ്. സ്ഥൂലമായിട്ടുള്ള കോൺട്രിബ്യൂഷനേക്കാളും കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള കോൺട്രിബ്യൂഷനിലാണ് ഭയങ്കര പവറുള്ളത്. ഒരാളിനെ ബ്രൈറ്റപ്പ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ആൾ നമ്മളടുത്ത് വന്നപ്പോഴത്തേക്ക് വളരെ ഡൗൺ ആയിരുന്നു, പക്ഷെ നമ്മളെ കണ്ടതിന് ശേഷം ഇറങ്ങിപ്പോകുന്ന സമയത്ത് വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഡിഫറൻസ്. അതാണ് നേരെ തിരിച്ചും സംഭവിക്കുക. ചില ആൾക്കാരെ കണ്ടാലേ ഡൗൺ ആയി പോകും. മനസ്സിലായില്ലേ? നമ്മൾ ഒരു വെൽക്കമിങ് സ്മൈൽ കൊടുക്കുകയാണ് ആൾ വന്ന് കാണുമ്പോഴത്തേക്ക്, അത് തന്നെ അത് ട്രിഗർ ചെയ്യണം ആളിനെ. ആളിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാകണം, ഇവിടെ നിന്ന് എന്തെങ്കിലും എനിക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഇതാണ് ഗിവിങ് പ്രോസ്പർ റെസ്പോൺസ്. ഇത് നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിലേ പലരും ഇത് കൊടുക്കാറില്ല. വീടുകളിൽ, കുടുംബങ്ങളിൽ എന്താണെന്നറിയാം, ഇപ്പോൾ ഭാര്യയെ കാലത്ത് മുതൽ വൈകിട്ട് വരെ വീട്ടിലിരിക്കുന്ന ആളാണ്. ഭർത്താവ് വൈകിട്ട് ഓഫീസിൽ നിന്ന് വരികയാണ്. ഉടൻ ഭാര്യയ്ക്ക് ഒരുപാട് കംപ്ലയിൻസ് ഉണ്ടായിരിക്കും. കംപ്ലയിൻസ് എന്ന് വെച്ചാൽ ഒരുപാട് വീട്ടിലെന്തെങ്കിലുമൊക്കെ, ഒന്നുകിൽ പാല് കൊടുക്കുന്ന ആൾ വന്നില്ല, അല്ലെങ്കിൽ ജോലിക്കാരി വന്നില്ല, അല്ലെങ്കിൽ ഇന്ന് കറണ്ടില്ലായിരുന്നു, വെള്ളം കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിന് അവർ സൊല്യൂഷൻ എന്തായിരുന്നാലും അവരുടെ കയ്യിലുണ്ട്. എന്നിരുന്നാലും അവരിത് പറയുമ്പോഴത്തേക്ക് അതിനെ അങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിപ്പോയോ എന്നുള്ള ഒരു റെസ്പോൺസ് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് വലിയൊരു സമാധാനമാണ്. ഇല്ലെങ്കിൽ ശരി, വെള്ളം വന്നില്ലേ, ശരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകുമ്പോഴത്തേക്ക് എന്താണ് ആ സ്ത്രീക്ക് എന്തോ ഒരു കണക്ടിവിറ്റി വരുന്നില്ലെന്നേ, റെസ്പോൺസ് വരുന്നില്ലെന്നേ. അവർ പ്രതീക്ഷിക്കുന്ന റെസ്പോൺസാണ്. അപ്പോൾ ഈ വിഷമത ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ
എന്നുള്ള ഒരു അപ്രിഷിയേഷനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അയ്യോ ഇത്രയും വളരെ വിഷമിച്ചല്ലേ ഇന്നല്ലേ എന്നൊരു സാന്ത്വനം കൊടുക്കുമ്പോൾ തന്നെ നല്ല അവർക്കൊരു വലിയൊരു ആശ്വാസമാകും. അങ്ങനെ നമ്മൾ ചെയ്യാറില്ല. അതുപോലെ കുട്ടികൾ നമ്മളോട് പല കാര്യങ്ങളും പറയാനായിട്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളോട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. കാരണം നമ്മൾ ബിസിയാണെന്നേ, അത് ഇറ്റ് ഈസ് എ ഫാക്ട്. ബട്ട് എന്നിരുന്നാലും കുട്ടികൾ പറയുന്നതിനെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ അവർക്ക് നമുക്ക് പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോഴും നമുക്ക് റെസ്പോൺസ് കൊടുക്കുന്നില്ല നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് പരാതികൾ അല്ലെങ്കിൽ എന്തോ ആഗ്രഹങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ അവർ പറയുന്നുമുണ്ട്, പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെയാകുമ്പോൾ എന്താണെന്നറിയാം, കുട്ടികൾ നമ്മളിൽ നിന്ന് അകലാൻ തുടങ്ങും. ഇതിനെല്ലാം ഒരു റിസൾട്ട് ഉണ്ടെന്നേ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് നമുക്ക് ഒരു സന്മനസ്സുണ്ടാക്കണം. അതിനുശേഷം നമുക്ക് പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കണം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ നമ്മളിന്ന് കാണുന്നതാണ്. ഇപ്പോൾ തന്നെ ഒരു ഓഫീസിൽ ഒരു ഓഫീസറെ പോയി കാണാം, നമ്മൾ പോവുകയാണ്, നമുക്കൊരു വലിയൊരു കാര്യം സാധിക്കാനുണ്ട്. അപ്പോൾ ആ ഓഫീസറിനെ കണ്ടാൽ പറയും, ഇന്ന് പോക്കില്ല, നിങ്ങൾ അടുത്ത ആഴ്ച വരികയെന്ന് പറയും. അപ്പോൾ എന്തുവായി? ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ റെസ്പോൺസ്. രണ്ട് തരത്തിൽ പറയാം. ഇന്നിപ്പോൾ സമയമായി, നിങ്ങൾ അതെന്താണുള്ളത് തരി, നിങ്ങൾ അടുത്ത ആഴ്ച ഈ ദിവസം വരണം, അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യാം, ഇത് റെഡിയാക്കി വെച്ചേക്കാം എന്ന് പറയുന്നതും ഇന്നിപ്പോൾ ഒക്കൂല കേട്ടോ, ഇന്നിപ്പോൾ ഇത് ഒക്കൂല, ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾ വരും എന്ന് പറയുമ്പോഴതുമായിട്ട് ഇത്ര വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് ദ റെസ്പോൺസ് വി എക്സ്പെക്ട്. സുരേന്ദ്രഭായ്, ഈ സെലിബ്രേഷൻ ജീവിതത്തെ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പല കാര്യങ്ങളിലൊന്നും എനിക്ക് മനസ്സിലായത് ഹെഡ് ആൻഡ് ഹാർട്ട്, കാര്യങ്ങളെ സമീപിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം. ഹൃദയം കൊണ്ടും ബുദ്ധി കൊണ്ടും സമീപിക്കാം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന് പറയുന്നത് ബാലൻസ് ബിറ്റ്വീൻ വിസ്ഡം ആൻഡ് ഫീലിങ്സ്. ഇപ്പോൾ ഒരാൾ, നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു മരിച്ചെന്ന് വെച്ചോളൂ. ഇവിടെ വിസ്ഡം എന്താണ് പറയുന്നത്, ഫീലിംഗ് എന്താണ് പറയുന്നത്. വിസ്ഡം എന്താണ് പറയുന്നത്, ജനിച്ചിട്ടുള്ളവരെല്ലാം മരിക്കും, ഇല്ലേ? അത് സത്യമല്ലേ? പരമസത്യമാണ്, ഈ ലോകത്ത് നമ്മൾ കാണുന്നതാണ്. ഫീലിംഗ് എന്തുവാണ്? ഈ ആളിനോട് നമ്മൾ അടുപ്പമുണ്ട്, ഈ ആൾ ഇനിയിപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനാണ് പറയുന്നത് ബി റീസണബിൾ എന്നാണ് പറയുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല സന്ദർഭങ്ങളെല്ലാം നമ്മൾ വീക്ഷിക്കേണ്ടത് ഇതുപോലെയാണ്. യൂസ് യുവർ ഹെഡ് ആൻഡ് ഓൾസോ യുവർ ഹാർട്ട്. നിങ്ങളുടെ ബാലൻസ് തെറ്റാതെ നിങ്ങൾ നോക്കിക്കൊള്ളേ. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഇങ്ങനെ ആരെങ്കിലും മരിച്ചു പോകുമ്പോഴത്തേക്ക് 1 വർഷം വരെ ഇരുന്ന് കരഞ്ഞു കളഞ്ഞാൽ, മനസ്സിലായില്ലേ? ചിലർ ഡിപ്രഷനിൽ പോകുന്നവരുണ്ട്, ചിലർക്ക് പല രോഗങ്ങളും പിടിപെടുക്കുന്നുമുണ്ട്. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ്? വി ആർ നോട്ട് എക്സർസൈസിങ് ദി പവർ ഓഫ് വിസ്ഡം ആൻഡ് ആൾസോ പവർ ഓഫ് ഫീലിങ്സ്. ഇതിനെ എക്സർസൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്കിത് രണ്ടുമുണ്ട്. നമ്മുടെ വിവേകം പറയുന്നത് എന്തുവാണ്? ഇതാണ് സംഭവം, ഒരു ദിവസം ഞാനും മരിക്കുന്ന ആളാണ്, അല്ലേ? അപ്പോൾ എനിക്ക് ഭാവനയുണ്ട്, അത് നല്ലതാണ്, ഭാവന ഉണ്ടായിരിക്കണം, അതിൽ യാതൊരു സംശയമില്ല എന്ന് വിചാരിച്ച് ഇതിൻ്റെ മധ്യത്തിൽ എന്നെ ഇട്ട് വിഷമിപ്പിക്കാതിരിക്കും. കാരണം ഇറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്, ട്രൂത്ത് ഓഫ് ലൈഫ്. ഇത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. അതിനാണ് പറയുന്നത് ബാലൻസ്. ജീവിതത്തിൽ ബാലൻസ് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി ഇങ്ങനെയുള്ള പ്രതികൂലമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ബാലൻസ് പിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ വിവേകത്തിൻ്റെയും ഫീലിങ്സിൻ്റെയും ബാലൻസ് നമ്മൾ വെച്ചേക്കണം എന്ന് പറയുന്ന ഉദ്ദേശമാണ്. സുരേന്ദ്രഭായ്, ഇനിയും ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള വലിയൊരു മാനസികാവസ്ഥയിലേക്ക് എത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇന്നത്തെ സമയം ഏകദേശം തീരുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇത്രയും ഉൾക്കാഴ്ചകളിലൂടെ നയിച്ചതിന് എല്ലാ പ്രേക്ഷകരുടെയും ഭാഗത്ത് നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. ജീവിതം ആഘോഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കണം. എന്നാൽ ഈ ഓരോ കാര്യങ്ങളും ഒരു അല്പസമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വളരെ സ്വാഭാവികമായി നമുക്ക് സ്വാംശീകരിക്കാവുന്നതേ ഉള്ളൂ. ജീവിതം സ്വാഭാവികമാണ്, ജീവിതം ലളിതമാണ്, ജീവിതം സുന്ദരമാണ്. നമ്മൾ തന്നെയാണ് പല അനാവശ്യമായ ചിന്താഗതികളും മറ്റു കാര്യങ്ങളും ഇടയിൽ ചേർത്തുകൊണ്ട് അതിനെ സങ്കീർണമാക്കി തീർക്കുന്നത്. ഇനി വീണ്ടും ജീവിതത്തെ ലളിതമാക്കാനുള്ള ഈ ചർച്ചയിലേക്ക് ഇനി വീണ്ടും മാന്യപ്രേക്ഷകർ തുടർന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യവും
നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. ഇത്രയും സമയം ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.